Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ ആരാണ്? പ്രയർ പാടിക്കോട്ടെ മിസ്സേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവെക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമി ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, then signing. Good afternoon, everyone. It's a great pleasure to see you all here today. First of all, thank you for giving an opportunity to welcome you all. I'm Ashmi Jason. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved teacher, Ashruti ma'am, to the new section of our class. We are so grateful for your dedication and expertise. Let's dive into this exciting topic together. Please feel free to ask questions anytime. And let's make this an engaging learning session. Last but not least, I welcome all my dear friends to our class. Once again, I welcome all and looking forward to a productive and fulfilling day. Thank you. നന്നായിരുന്നു കേട്ടോ, ആഷ്മി മോൾ. Thank you, ma'am. തോട്ട് പറയട്ടെ മാം. തൊട്ട് പറഞ്ഞു. The happiness of your life depends upon the quality of your thoughts. എബ്രഹാം ലിങ്കൻ. നിങ്ങളുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും. Story പറയട്ടെ ma'am. Okay. Good afternoon, ma'am. I am Jisna. I am studying in Montessori batch 10th. Today I am telling a short story, The Greedy Dog. Once a greedy dog stole a bone from a butcher's shop. On his way home, he had to cross a bridge. While crossing, the dog saw his own shadow in the water. The dog thought that he was another dog and barked it. When it barked, the bone fell into water and the greedy dog went away sad. Moral of the story, greed is a curse. Thank you, ma'am. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിരുന്നു. തോട്ട് പറഞ്ഞ ആളുടെ പേരെന്താണ്? തോട്ട് പറഞ്ഞ ആള് രേഷ്മ. രേഷ്മ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ. Good afternoon, teacher. Good afternoon. My name is Tanshika. Tanshika. I'm so sorry, ma'am. നേരത്തെ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാ മാമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാനായിട്ട് രാവിലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ സോറി പറയുന്നത് അങ്കിത? നല്ല കാര്യമല്ലേ കുഞ്ഞി ചെയ്തത്. ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ പറഞ്ഞത്? അവള് നേരത്തെ സൈൻ ഇൻ പറയുമ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതിന് ഓൺ ഓഫ് ചെയ്യുന്നത്. ഹൻസിക, എന്തെടുക്കാണ് ഇപ്പൊ? ഹൻസിക എന്ത് ചെയ്യാ?
Rhymes. എന്താ Rhymes. അവള് റൈംസ് പറയുന്നു പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞോളൂ, റൈംസ് പറഞ്ഞോളൂ. One, two, buckle my shoe. ഒരു മിനിറ്റ് മാം, ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. One, two, buckle my shoe. One, two, buckle my shoe. 3, 4, shut the door. 5, 6, pick a stick. 9, 10, red and stick. അവള് കൺഫ്യൂഷൻ ആയി അവള്. നന്നായിരുന്നു കേട്ടോ ഹൻസിക, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഇനിയും ചെയ്യാട്ടെ ക്ലാസ്സില്, ടീച്ചറിന്റെ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഹൻസിക. തൻഷിക മാം. എന്താണ്? തൻഷിക. തൻഷിക. ഓക്കെ, തൻഷിക. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ആരെങ്കിലും ഒരു ഷോർട്ട് ആയിട്ടൊന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്? നവമി ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? യെസ് മാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സീക്വൻസസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതില് ഫസ്റ്റ് ബർത്തില് ലാംഗ്വേജ് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഒരു 4 വീക്സ് ഒക്കെ ആവുമ്പോൾ ത്രോട്ടിന്ന് ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കൂയിങ് ആൻഡ് സ്മൈലിംഗ് ഒരു 16 വീക്സ് ഒക്കെ ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 28 വീക്സിൽ ബബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അറൌണ്ട് 40 വീക്സ് ആവുമ്പോൾ ഈ അഡൽട്സിന്റെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും സൗണ്ട്സ്. 1 വേർഡ് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും 40 വീക്സിൽ. ദെൻ 52 വീക്സിൽ ബേബി ഒരു 2 or more വേർഡ്സ് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അറൌണ്ട് 18 മന്ത്സ് ആവുമ്പോൾ ഒരു ചെറിയ ഒരു ബേസിക് സെന്റൻസ് പാറ്റേണിൽ വേർഡ്സ് ഒക്കെ പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. Then around 24 months simple phrases and understand simple directions. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. Then 36 months ആവുമ്പോൾ വൊക്കാബുലറി ഇൻക്രീസ് ആവും. സെന്റൻസസ് പറയാനും അതുപോലെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. 4 years ആവുമ്പോൾ പ്രിപ്പോസിഷൻസ് മനസ്സിലാവും, അതുപോലെ കൺജക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. 5 വയസ്സാവുമ്പോൾ നന്നായി സംസാരിക്കാൻ തുടങ്ങും. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങും. കുഞ്ഞിന്റെ ഈ സംസാരിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ അതൊക്കെ പഠിക്കുന്നത് നമ്മളെ എങ്ങനെയാണോ കുട്ടികളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മള് അവരോട് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് അവരുടെ വൊക്കാബുലറി അതുപോലെ തന്നെ സ്പീച്ച് ഒക്കെ ഡെവലപ്പ് ആവും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതിൽ പറഞ്ഞത് ദ ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺ. അതായത് ഓരോ കുട്ടികളുടെയും കാര്യത്തിൽ ഇത് ഡിഫറെന്റ് ആയിരിക്കും. മെച്യൂരിറ്റി ലെവൽ ഓർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഇതൊക്കെ ഡിഫറെന്റ് ഏജസിലും പലരിലും പല ഏജിലും പല തരത്തിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, അനുവിന്റെ ഓരോ സ്റ്റേജസിലും വന്ന ഓരോ ബർത്ത്ഡേയിലും ആൾക്ക് വന്ന ഓരോ ഇയറിലും ആൾക്ക് വന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പിന്നെ ലാസ്റ്റ് പറഞ്ഞത്. ചാപ്റ്റർ തീർത്തു അല്ലേ? ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? യെസ് മാം. ഡിഫൻസ് മെക്കാനിസം നമുക്ക് എടുത്തിട്ടില്ലല്ലോ, എടുത്തിട്ടുണ്ടോ?
സോറി മാം, എന്താ? മെക്കാനിസം എടുത്തില്ലല്ലോ. ഓക്കെ. ഇല്ല, എടുത്തില്ല. ഓക്കെ. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം മൈൻഡിൽ റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിനു ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞായിരുന്നോ?
ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? ആർക്കെങ്കിലും? ഹ്യൂമൻസ് മനുഷ്യന്റെ സുജിത. അതെ മാം, ഗുഡ് മോർണിംഗ് മാം. ഇതില് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന പ്രതിരോധ ശേഷികളെ കുറിച്ചാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ശരീരത്തില് മനുഷ്യന് തന്നെ എല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക കഴിവോ അല്ലെങ്കിൽ ശക്തിയോ നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇതിന് പല രീതിയിൽ പറയുന്നു. ഈഗോ ഡിഫൻസ് മെക്കാനിസം, മെന്റൽ മെക്കാനിസം, ഡൈനാമിസം എന്നൊക്കെ പല രീതിയിൽ ഇതിനെ പറയുന്നു എന്നുള്ളതാണ്. ആ ഒരു നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നതെന്നാണ് എനിക്ക് ചുരുക്കത്തിൽ മനസ്സിലായത്. നമ്മുടെ ചുറ്റുപാടും എല്ലാം. ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കട്ടെ. വേറെ മറ്റുള്ളവർക്ക് എന്താ മനസ്സിലായത് വായിച്ചപ്പോൾ? എന്താണ് ഒരു ഐഡിയ കിട്ടിയത്? ഷെയർ ചെയ്യൂ കേട്ടോ. അങ്കിതയ്ക്ക് എന്താ മനസ്സിലായ അങ്കിത? സോറി മാം, ഞാനിപ്പോ വായിക്കുന്നതേ ഇല്ല. കുഞ്ഞടിച്ചു നേരത്തെ ഇതാക്കി നോക്കാം. അപ്പൊ ഫീഡ് ചെയ്യുന്നുണ്ടായി. ഓക്കെ, കുറച്ചായിട്ട് മനസ്സിലായ പറഞ്ഞെങ്കിൽ മീൻസ് നമ്മള് അത് അവര് പറഞ്ഞ മാതിരി തന്നെ ഡിഫൻസ് മെക്കാനിസം നമ്മളിൽ ഈഗോവും പിന്നെ നമ്മള് ഫുള്ള് വായിച്ചിട്ട് ഇറക്കി മലയാളത്തിൽ പറയാൻ ഇപ്പൊ ബുദ്ധിമുട്ടായിട്ടുണ്ടോ? മനസ്സിലായോ നാമി? നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇമോഷൻസ്, അതായത് കോൺഫ്ലിക്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മുടെ എന്താ പറയാ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഈ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസും കോൺഫ്ലിക്ട്സും ഒക്കെ ഈ സൈക്കോളജിക്കൽ ബാലൻസിന് ഒരുപാട് എന്താ പറയാ എൻഡേഞ്ചർ എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്താന്നല്ലേ. പിന്നെ അതുപോലെ മനുഷ്യർക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സും അതുപോലെ ഫ്രസ്ട്രേഷനും ഒക്കെ സ്വയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചില മാനസികമായ ചില കഴിവുകളും ശേഷികളൊക്കെ ഉണ്ട്. അതിന് അതായത് നമുക്കിപ്പോ ശരീരത്തിൽ എന്തെങ്കിലും അപകടങ്ങളോ മുറിവുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ വരുമ്പോ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ആന്റി വൈറസ് പോലെയുള്ള അങ്ങനെ ഒരു സംഭവം നമ്മുടെ മനസ്സിനുണ്ട്, ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട്. ഇതിനെയാണ് ഈഗോ ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതാണോ പറയുന്നത്? അതല്ലേ? ചോദിക്കട്ടെ. ഓക്കെ. വേറെ രമ്യ രാജേഷ്. സൈക്കോളജി പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? രമ്യക്ക് എന്താ മനസ്സിലായത് രമ്യ? ഇതില് വ്യക്തിയുടെ ചില വളർച്ചയും സാഹചര്യങ്ങളും നമുക്ക് എനിക്ക് ഓക്കെ രമ്യ, പറയാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അശ്മി മോൾ ആന്റണി. മെയിനായിട്ട് നമ്മൾ അത് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വ്യക്തിയുടെ സ്മൂത്ത് ഡെവലപ്മെന്റിനെ കുറിച്ച് ചില ഫാക്ടേഴ്സ് ആൻഡ് ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിന്, അതായത് ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ നമുക്കൊരു തർക്കങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ തർക്കങ്ങൾ നമ്മുടെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ ബാലൻസിനെ തന്നെ
തടസ്സപ്പെടുത്തണമെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് നമ്മൾ ഈ വ്യക്തികൾക്ക് നമ്മുടെ തന്നെ മെന്റൽ ഇതിനെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റൽ കപ്പാസിറ്റീസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂമനില് ഈ സൈക്കോളജിക്കൽ ഇംബാലൻസ് ചെയ്യാനായിട്ട്. അതിനെ ഈ അങ്ങനെ നമ്മൾ തടസ്സപ്പെടുത്തുന്ന ഇങ്ങനത്തെ ബാലൻസസ് അതുപോലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് നമ്മുടേതായിട്ട് ഉള്ളിൽ തന്നെ ഒരു പവറും കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് ഈഗോ ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അശ്മി പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ. അതായത് മനുഷ്യനെന്ന് പറയുന്നത് എന്താ പറയാ സ്മൂത്ത് ആയിട്ട് എന്താ പറയാ ഓരോ നാട് കഴിയുമ്പോൾ സ്മൂത്ത് ആയിട്ടായിരിക്കും അവരുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ എല്ലാവരുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡെവലപ്മെന്റിനിടയ്ക്ക് അതായത് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ചില എന്താ പറയാ ഫ്രസ്ട്രേഷൻസോ അല്ലെങ്കിൽ ചില കോൺഫ്ലിക്റ്റുകളോ വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ബാലൻസിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. അല്ലെ, ഇതൊരു സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ് പറയുന്നത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അല്ലെ, നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് നമ്മള് ഫിസിക്കലി നമ്മൾ വീക്ക് ആവും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്നലെ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. നമുക്ക് കിച്ചണിലെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റില്ല, കുട്ടികളെ നോക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കുള്ളൂ, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കുമ്പോൾ അതിന് ചില എന്താ പറയുക നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചില എന്താ പറയുക ആന്റിബോഡീസ് ഉണ്ട്. അതുകൂടാതെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനെ ഓക്കെ ആക്കി വരും അല്ലെ, അല്ലെങ്കിൽ ഓക്കെ ആക്കി കൊണ്ടുപോകും. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ചില ഫ്രസ്ട്രേഷൻസോ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാറുണ്ട്, സൈക്കോളജിക്കൽ ബാലൻസ്, അതായത് നമ്മുടെ ആ ഒരു ബാലൻസ് തെറ്റിക്കാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ തന്നെ, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴോ എന്താണ്, മനുഷ്യൻ തന്നെ ചില തന്ത്രങ്ങൾ രൂപപ്പെടുത്തും മനസ്സിൽ. ഇത്തരം ചില തന്ത്രങ്ങളെയാണ്, അതായത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ചില തന്ത്രങ്ങള് രൂപപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെ നമുക്ക് എന്ത് പറയാം, ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കൂടുതലൊന്നും, ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞാനിപ്പോ പറഞ്ഞത്. മനസ്സിലായോ? ഒന്നും കൂടി പറയോ? ഒന്നും കൂടി പറയാം. അതായത് നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനിങ് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായാല് നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. പക്ഷെ അത് ചിലപ്പോ അധിക നേരം ഉണ്ടായിന്ന് വരില്ല അല്ലെ. നമ്മുടെ മനസ്സ് തന്നെ അതിന് വേണ്ടിയിട്ട് ചില മെക്കാനിസം, അതായത് തന്ത്രങ്ങള് രൂപപ്പെടുത്താറുണ്ട്. ഇത്തരം തന്ത്രങ്ങളെ നമ്മൾക്ക് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയാനായിട്ട് സാധിക്കും. മെന്റൽ മെക്കാനിസം കൂടി ഇതിന് പേരുണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ പോട്ടെ, ഞാൻ ഇൻട്രൊഡക്ഷനിലല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് ഒരു മനുഷ്യന് വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ് മനുഷ്യൻ ചെയ്യുക? വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരു മനുഷ്യനെ അലട്ടി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നു, ഫാമിലി ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അച്ചീവ്മെന്റ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തകരാറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വന്നു, എന്താണ് നിങ്ങൾ ചെയ്യുക? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്യൂസ് നേരിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്താണ്? കേട്ടില്ല, ഒരാള് പറയാം, അതിന് പറയാം, എന്താ ചെയ്യാതിരാ? നല്ലപോലെ ടെൻഷൻ ഉണ്ടാവും. നല്ലപോലെ ടെൻഷൻ ഉണ്ടാവും അല്ലെ. ഓക്കെ, പിന്നെ ഉനൈസ് എന്താ പറയുന്നേ?
കരയും മിസ്സേ. നന്നായിട്ട് കരയും. ഓക്കെ. പിന്നെ സംടൈംസ് ഡിപ്രഷനിക്ക് പോകുന്ന ചാൻസസ് ഉണ്ടാവും മാം. എന്താണ്? ഡിപ്രഷനിക്ക് പോകുന്ന ചാൻസസ് ഉണ്ടാവും. കുറെ എണ്ണ പ്രോബ്ലം കോംപ്ലിക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ പോകുന്ന ചാൻസസ് ഉണ്ടാവും. ഓക്കെ. ഡിപ്രഷനിലോട്ട് പോകാൻ ചാൻസ്. ഓക്കെ. മാം അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാമെന്ന് ആലോചിക്കും. അതാണ് പോയിന്റ് കേട്ടോ. അതായത് നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അബോധ മനസ്സിൽ നമ്മളത് കുഴിച്ചുകൂടും അല്ലെ. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, രണ്ടു തരം മനസ്സുണ്ട് അല്ലെ. ബോധ മനസ്സുണ്ട്, അതായത് നമ്മൾ പ്രസന്റിൽ ജീവിക്കുന്നത് ഏത് സിറ്റുവേഷനിൽ, അതായത് നമ്മളിപ്പോ എങ്ങനെയാണോ അതാണ് നമ്മുടെ ബോധ മനസ്സെന്ന് പറയുന്നത്, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം. എന്നാൽ നമുക്കൊരു അബോധ മനസ്സുണ്ട്, അതായത് നമുക്ക് ഉറങ്ങുന്ന സമയം എന്നൊക്കെ നമുക്ക് അതിന് പറയാം, അബോധ മനസ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് വിഷമങ്ങൾ വന്നു കഴിഞ്ഞാല് നമുക്ക് കുറച്ച്, അതായത് ആ ഒരു വിഷമം വരുന്ന സമയത്ത് ചിലപ്പോ മിനിറ്റുകൾ നീണ്ടേക്കാം, അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടേക്കാം, അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടേക്കാം, മാസങ്ങൾ നീണ്ടേക്കാം. ആ സമയത്തേക്കൊക്കെ ആയിരിക്കും നമുക്ക് വിഷമം ഉണ്ടാവുക എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അബോധ മനസ്സിലെ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അത് മറക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. നമ്മൾ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രാവശ്യം അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും മരിച്ചുപോയി, നമുക്ക് എത്ര ദിവസം വിഷമം ഉണ്ടാവും? നമ്മുടെ ക്ലോസിലുള്ള ആരെങ്കിലും മരിച്ചുപോയി എന്ന് വിചാരിക്കുക, എത്ര ദിവസം ഉണ്ടാവും വിഷമം? കൂടിപ്പോയോ 1 മാസം ഉണ്ടായിരിക്കാം അല്ല. പിന്നെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയല്ലേ ചെയ്യുന്നേ, ആണോ അല്ലയോ? അല്ലേ? ഓക്കെ. നമ്മുടെ ലൈഫിൽ ഒരു ഫെയിലിയർ ഉണ്ടായി, നമ്മളൊരു എക്സാമിന് തോറ്റുമെന്ന് വിചാരിക്കാം, നമുക്ക് കുറച്ച് നാളത്തേക്ക് ആ ടെൻഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആ ടെൻഷൻ മറന്നു പോകും. അപ്പൊ മറക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇത് ഓർമ്മയിൽ വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും അല്ലെ. നമ്മള് മറക്കാൻ ആഗ്രഹിക്കാത്ത ചില, അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, ദൈവം ഇതിന്റെ ഓർമ്മയിൽ വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുക. ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും, തള്ളി മാറ്റും, മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ആരാ ചെയ്യിപ്പിക്കുന്നേ? നമ്മുടെ മനസ്സാണ് അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന, അതായത് നമ്മൾ തന്നെ, നമ്മുടെ മനസ്സ് തന്നെ രൂപപ്പെടുത്തുന്ന ചില തന്ത്രങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം ക്ലിയർ ആണോ പറഞ്ഞു വന്നത്? ഓക്കെയാണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് അല്ലെ. ചില വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. ചിലര് ബീച്ചിൽ പോകും അല്ലെ. ബീച്ചിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറെ സമയം ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്ത് ചിലവര് കാര്യങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലവരാണെങ്കിൽ മാളുകളിൽ പോകും. നമുക്ക് സന്തോഷം വരുമ്പോ മാത്രമല്ല, സങ്കടം വരുമ്പോഴും നമുക്ക് യാത്ര ചെയ്യാം അല്ലെ. അപ്പൊ മാളുകളിൽ പോവാറുണ്ട്. ചിലവര് കാർ എടുത്ത് ഡ്രൈവിങ്ങിന് പോകും അല്ലെ. ഇതൊക്കെ എന്താണ്, അപ്പൊ ഇതൊക്കെ നമ്മളുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു, ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, നമ്മൾ ചിലപ്പോ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ ഡിഫൻസ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, പക്ഷെ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ ആ തെറ്റ് ചെയ്തതെന്ന്. എല്ലാവർക്കും ഉള്ള ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളാണ് തെറ്റ് ചെയ്തതെന്ന് പറയില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തന്നെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. ശരിയല്ല, നിങ്ങളൊരു തെറ്റ് ചെയ്തു, വളരെ ചുരുക്കം പേരെ അത് എന്റെ തെറ്റാണെന്ന് പബ്ലിക്കിന് മുമ്പിൽ പറയുള്ളൂ. പക്ഷെ നമ്മൾക്ക് എന്തുണ്ടാവും, അതിന് പിറകിൽ ഒരു ന്യായം ഉണ്ടാവും. ഞാൻ ആ തെറ്റ് ചെയ്തത് ഇന്ന കാര്യം കൊണ്ടാണ്. ഓക്കെ. ഇപ്പോ ഒരു കിച്ചണിൽ നിൽക്കുന്ന ഒരു ഹൗസ് വൈഫ് ആണെന്ന് വിചാരിക്കുക. അവര് അതായത് അടുപ്പില് ചോറ് വെക്കാനായിട്ട് പോവാണ്. ചോറ് വെക്കാനായിട്ട് പോകുമ്പോൾ വെള്ളം തിളപ്പിച്ചു, അരി ഇട്ടു, അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ആ ഇടയ്ക്ക് ആ ഒരു സമയത്ത് അവരുടെ വീട്ടില് ഗസ്റ്റ് വന്നിരിക്കുകയാണ്. എക്സാമ്പിൾ പറയാനുണ്ട്, ഗസ്റ്റ് വന്നിരിക്കുകയാണ്. ഗസ്റ്റ് വരുമ്പോൾ അവർ സ്വീകരിക്കണം, അവർക്ക് ഭക്ഷണം, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം, അവരോട് സംസാരിക്കണം
അല്ലെ? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരി വെന്ത് പായസമായി. ഓക്കെ, ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വരെയാണ്, ചോറ് തിന്നാനായിട്ട് ഹസ്ബൻഡ് വരുവാണ്. അപ്പൊ ഈ പായസം അവര് വിളമ്പി കൊടുക്കും. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു ഇതെന്താ പായസം, ചോറ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചേട്ടാ ചോറ് വെന്ത് പായസമായി പോയി. അപ്പൊ നീ എന്താണ് ശ്രദ്ധിക്കാൻ, നിന്റെ തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് ഹസ്ബൻഡ്. അയ്യോ എന്റെ തെറ്റല്ല, ആ സമയത്ത് ആ ഒരു ചേച്ചി ഇവിടെ വന്നു, ഞാൻ ആ ചേച്ചിയോട് സംസാരിച്ചു. അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവരെ വെറുതെ പറഞ്ഞു വിടാനായിട്ട് പറ്റില്ല, നമ്മുടെ ഗസ്റ്റ് അല്ലേ. അപ്പൊ ആ സമയത്താണ് ഇത് പായസമായി പോയി. അവരെന്താ ചെയ്യുന്നേ, വീട്ടമ്മ എന്താ ചെയ്യുന്നേ, എന്താ ചെയ്യുന്നേ ഇവിടെ? ഞാനൊരു ചെറിയ ഇതുപോലെ പറഞ്ഞു മനസ്സിലായി. അതായത് അവരുടെ ഭാഗം, അതായത് ആ ഒരു ഗസ്റ്റ് വന്നത് കൊണ്ടാണ് അവർക്ക് ആ ചോറ് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അരി ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അല്ലാതെ അവരുടെ ഭാഗത്ത് ഒരു തെറ്റില്ല. അവര് വന്നത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്, അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. തെറ്റ് സംഭവിക്കുമ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ സ്വയം ന്യായീകരണം അല്ലെങ്കിൽ സ്വയം ന്യായീകരണം നടത്തുന്നതിനെ നമ്മൾക്ക് എന്ത് പറയാം, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. അപ്പൊ നമുക്ക് വിഷമങ്ങൾ വരുന്നു, നമ്മൾക്ക് ചില സംഘർഷങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുന്നു, നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നു, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന ചില തന്ത്രങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളാണിത് ഡിഫൻസ് മെക്കാനിസം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നേ? നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഒരു ഹൗസ് വൈഫിന്റെ കാര്യം പറഞ്ഞല്ലേ, നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മളിങ്ങനെ പറയാണ്, ന്യായീകരിക്കുവാണ് നമ്മള്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ? ഒരു മനസ്സുഖം കിട്ടും അല്ലെ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെ? ആ ഒരു ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മനസ്സിനെ, നമ്മുടെ മനസ്സിനെ ചില സംഘർഷങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളൊന്ന് പറയാമോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മനസ്സിന് അതായത് ഈ ഒരു തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു പേഴ്സണ് മാനസിക സംഘർഷം ഉണ്ടായി, പ്രശ്നം ഉണ്ടാവാം, മാനസിക നില തെറ്റാം, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ സംരക്ഷിക്കാനായിട്ട് മനസ്സ് കൊടുക്കുന്ന ബലത്തെയാണ് നമ്മൾ, ആ ഒരു സ്ട്രെങ്തിനെ നമുക്ക് എന്ത് പറയാം? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. അപ്പൊ ഡിഫൻസ് മെക്കാനിസം ഇല്ലാത്തവരിലാണ് ഇത്തരം ചില കാര്യങ്ങൾ നടത്തുന്നത്. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താം, അല്ലെങ്കിൽ മാനസിക നില തെറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ശോഭനയുടെ ക്യാരക്ടർ, അവർക്ക് ഡിഫൻസ് മെക്കാനിസം ഉണ്ടോ? നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ, ഉണ്ടോ? ഇല്ല, അവർക്കില്ല. അവർക്കത്, അതായത് അവരുടെ ലൈഫിൽ വരുന്ന ആ ചെറുപ്പ കാലഘട്ടത്തില് അവര് നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളെയും അതിജീവിക്കാനായിട്ട് അവരുടെ മനസ്സിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവരുടെ മാനസിക നില തെറ്റിയത്. പിന്നീട് അവർ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലാലേട്ടൻ അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ മനസ്സ് ആ ഒരു കാര്യം, അതായത് ആ ലാസ്റ്റ് സീനിൽ, ഞാൻ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ. ആ ലാസ്റ്റ് സീനിൽ ഈ ശോഭന എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് നാഗവലി എന്ന് പറയുന്ന ക്യാരക്ടർ സുരേഷ് ഗോപിയെ കൊല്ലുന്നുണ്ടല്ലോ. സുരേഷ് ഗോപി ആയിട്ടല്ല കാണുന്നത്, മറിച്ച് ആ ഒരു അവരുടെ എന്താ പറയാ, പക വീട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു അവരുടെ എതിരാളിയായിട്ടുള്ള ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവിടെ ലാസ്റ്റ് സീനിൽ നമുക്ക് അറിയാലോ, അയാളെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നില്ല. കൊല്ലുന്ന കഴിയുമ്പോൾ, അതായത് അവർക്കറിയില്ല അത് ശരിക്കും ബൊമ്മയാണെന്ന് അറിയില്ല, ബൊമ്മയാണെന്ന് അറിയാതെയാണ് അവരാ വെട്ടിക്കൂട്ടുന്നത്. ആ വെട്ടിക്കൂട്ടുമ്പോൾ അവരുടെ മനസ്സില് ആ ഒരു അതായത് അവർ നേടിയ ഒരു കാര്യം അവിടെ എന്താ പറയാ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ചെയ്തൊരു കാര്യം
അവര് ഇത്രയും നാൾ ആഗ്രഹിച്ച് അവരുടെ മനസ്സിൽ അബോധ മനസ്സിൽ കൊണ്ട് നടന്ന കാര്യത്തിനെ അവരാ കൊന്നു കഴിയുമ്പോഴെന്താണ് അവർ അച്ചീവ് ചെയ്യാൻ ചെയ്തു കഴിയാണ്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ആ കാര്യം അവർക്ക് ഓർമ്മയേ ഇല്ല. കാരണം അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അവരെ അബോധ മനസ്സിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അതായത് മെന്റലി ഇംബാലൻസ് ആയിട്ടുള്ള വ്യക്തികളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഡിഫൻസ് മെക്കാനിസം ഇല്ല. അതായത് അവർക്ക് അത് കാണാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒക്കെയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യുക ഞാൻ പറയുന്ന കാര്യം. നമ്മുടെ ഈ പാരഗ്രാഫിലുള്ള കാര്യം തന്നെ മലയാളത്തിൽ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഒന്നുകൂടെ പറയാമോ? മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. മാം ഇംഗ്ലീഷ് നോട്ട് ഉണ്ടാവും മാം? ഇംഗ്ലീഷ് നോട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ, അടുത്ത ദിവസം കൊണ്ടുവരാം. ഓക്കെ, ഞാൻ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആ ഫസ്റ്റ് എന്താ പറയാ ഒരു എങ്ങനെയാണ് ഫിസിക്കൽ ഹസാർഡ് ഓർ ഡിസ്ട്രസ് അതുവരെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം. ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. ഇവിടെ നവമി സജി ഇംഗ്ലീഷില് കമന്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ നോക്കിയതാ. ഓക്കെ മാം, ആക്ച്വലി അത് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ മാം പറഞ്ഞത് നോട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അതന്നെ മതി. ഓക്കെ, ഓക്കെ. ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ നമുക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടാകാം, ഡിപ്രഷനിലേക്ക് പോവാം, മെന്റൽ ഇംബാലൻസ് ഉണ്ടാകാം. ഓക്കെ, ഇനി ചില കുട്ടികളില് അതായത് ഇത്തരത്തിൽ അതായത് വ്യക്തികളിലും മുതിർന്ന ആളുകളിലും കുട്ടികളിലും നമുക്ക് ഡിഫൻസ് മെക്കാനിസം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ചില ഇൻസിഡൻസ് ഞാൻ പറയാം. അല്ലാതെ നമുക്ക് ഡിഫൻസ് മെക്കാനിസം കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഇപ്പോ വീട്ടില് അനിയനും ചേട്ടനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കളിയാണ്. അപ്പോ പെട്ടെന്ന് ചേട്ടന്റെ കൈ കൊണ്ട് അനിയൻ തെന്നി വീണു. അതായത് കൈ എടുത്തപ്പോൾ അതായത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ അറിയാതെ ദേഹത്ത് ടച്ച് ചെയ്തിട്ട് കുട്ടി അവിടെ വീഴുക ചെയ്യുന്നത്. ഓക്കെ, ഇത് വീണു. അപ്പൊ ഇത് കേട്ടിട്ട് അമ്മ വന്നു. വീഴുന്ന ശബ്ദം കേട്ടിട്ട് അമ്മ വന്നു. അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നടന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോ അനിയൻ കുട്ടി പറയുന്നുണ്ട് ചേട്ടൻ എന്നെ തള്ളിയിട്ടതാണ് അമ്മേ, ഞാൻ അതുകൊണ്ടാണ് വീണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുതിർന്ന ആള് സമ്മതിക്കുന്നില്ല. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല, തറയിൽ വെള്ളം കിടക്കുന്നത് കൊണ്ടാണ് അവൻ തെന്നി വീണത്.
അങ്ങനെയാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ ആ കുട്ടി സ്വയം തെറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആണോ ഇല്ലയോ? അല്ല. അല്ല. വീട്ടിലിങ്ങനെ സംഭവങ്ങൾ നടക്കാറുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നടക്കാറുണ്ടോ? കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുതിർന്ന ആളുടെ ഭാഗത്തു നിന്നോ ഇളയ ആളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ന്യായം പറയുക. ഓക്കെ, ഇത് ഒരു തരം കുട്ടികളുടെ ഡിഫൻസ് മെക്കാനിസത്തിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിക്കുക. ഇപ്പൊ അച്ഛനോട് പറയുവാണ്, മോളച്ഛനോട് പറയുവാണ്, അച്ഛ എനിക്ക് വൈകുന്നേരം പാദസരം കൊണ്ടുവരണം എന്ന് പറയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാദസരം ഇടാനായിട്ട്. വൈകുന്നേരം അച്ഛൻ എന്തായാലും അത് കൊണ്ടുവരണം എന്ന് പറയണം. അപ്പൊ അച്ഛൻ പറഞ്ഞു ആ മോളെ ഞാൻ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ മോള് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, നിങ്ങളായാലും അതെ, എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചു കഴിയുമ്പോൾ അത് വരുന്നവരെ ഭയങ്കരമായിട്ട് ത്രിൽഡ് ആയിരിക്കും അല്ലെ. അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. അത് കാലിൽ ഇടുന്നത് ഇമാജിൻ ചെയ്യും, അത് കൂട്ടുകാരെ കാണിക്കുന്നത് ഇമാജിൻ ചെയ്യും. അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒരു സാധനം കിട്ടാനായിട്ട് പോകുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. പുതിയൊരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അല്ലെ, ആ ഡ്രസ്സിന് ഇന്ന കളറായിരിക്കണം, ഇന്ന കളറായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന പാറ്റേണിലുള്ള ഡ്രസ്സ് ആയിരിക്കണം, അത് ഞാൻ വിയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കുട്ടി അച്ഛനോട് പറഞ്ഞു പാദസരം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വൈകിട്ട് അച്ഛൻ വന്നപ്പോ പറയുവാണ് മോളെ പാദസരം കിട്ടിയില്ല. എന്തായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ആ ഒരു എന്തായിരിക്കും ഒരു കണ്ടീഷൻ? എന്തായിരിക്കും ഉണ്ടാവുക? എന്ത് കണ്ടീഷനിലായിരിക്കും? ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, സങ്കടം വരും. അപ്പൊ അച്ഛൻ പറയുവാണ് മോളെ ഇന്ന് ആ ഷോപ്പ് തുറന്നിട്ടുണ്ടായില്ല. അപ്പൊ കാത്തിരിക്കുന്ന കുട്ടിയോട് പറയാണ് കൊണ്ടുവന്നില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകും, വിഷമം ഉണ്ടാകും, അതുപോലെ കരച്ചില് വരും. അപ്പൊ ആ ഒരു കുറച്ച് സെക്കൻഡ് നേരത്തേക്കെങ്കിലും കുട്ടി ആ ദേഷ്യവും വിഷമമൊക്കെ കാണിക്കും. അച്ഛൻ പറയുന്നത് കേൾക്കാനായിട്ട് കൂട്ടാക്കണം എന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അച്ഛൻ പറയാ മോള് വിഷമിക്കണ്ട, നാളെ നമുക്ക് ആ ഷോപ്പില് നാളെ ഷോപ്പ് തുറക്കും, എന്തായാലും നാളെ അച്ഛൻ മേടിച്ചിട്ട് വരാട്ടോ, നാളെ എന്തായാലും മോള് പാദസരി ഇടും. അങ്ങനെ പറയുമ്പോഴായിരിക്കും ആ കുട്ടി ചിലപ്പോ ഓക്കെ ആവുക. ഓക്കെ, ഫസ്റ്റ് ആ വിഷമവും ദേഷ്യം ഉണ്ടാവുമെങ്കിലും അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി രൂപപ്പെടുന്നുണ്ട് അല്ലെ. ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എന്താണ് മനസ്സ് പറയുന്നേ? മോളെ നീ വിഷമിക്കണ്ട, നാളെ നിനക്ക് ഈ സാധനം കിട്ടും, ഇന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ. ഇത് മനസ്സാണ് പറയുന്നത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സാണ് എന്ത് രൂപപ്പെടുത്തുന്നത്? ഡിഫൻസ് മെക്കാനിസം രൂപപ്പെടുത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കൂടുതൽ ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകുന്നത്, പെയിൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലെ. ചില സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എക്സാമിൽ തോറ്റിയ ഒരു കുട്ടി, ആ കുട്ടിയുടെ ക്ലാസ്സിൽ എല്ലാവരും പാസ്സായി, ഈ കുട്ടി മാത്രം ഫെയിലായി. ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവോ? ഉണ്ടാവില്ലയോ? ഉണ്ടാകും. എത്ര നേരത്തേക്കാണ് ഉണ്ടാവുക? ഒന്ന് പറഞ്ഞേ, എത്ര നേരത്തേക്കാണ്? എന്താണ്? അനുസരിച്ചിട്ടിരിക്കും ആ കുട്ടീനെ മറ്റുള്ളവർ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണേ അതനുസരിച്ചിട്ടായിരിക്കും ആളുടെ ആ ഒരു വിഷമം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അല്ല, നല്ല രീതിയിൽ എന്താ പറയാ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് മാത്രമേ ആ കുട്ടി ആ വിഷമം അലട്ടുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. മറിച്ച് ആ കുട്ടി ഒരു തന്ത്രം അവിടെ ഉപയോഗിക്കും, ആ കുട്ടിയുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തായിരിക്കും ആ തന്ത്രം? എക്സാമിൽ തോറ്റ കുട്ടിയാണെന്ന് വിചാരിക്കണം, എന്ത് തന്ത്രമായിരിക്കും ഉപയോഗിക്കുന്നത്? അപ്പൊ അടുത്ത എക്സാം ഉണ്ടാവും, മീൻസ് നെക്സ്റ്റ് എക്സാം പാസ് ചെയ്യാന്ന്. എക്സാം എഴുതാമല്ലോ,
എനിക്ക് സേ എക്സാം എഴുതാലോ, എനിക്ക് വരുന്നുണ്ടല്ലോ എക്സാം, സേ എക്സാം എനിക്ക് എഴുതി പാസ്സായിക്കൂടെ? ആ ഒരു തന്ത്രമാണ് ആ കുട്ടി അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ തന്ത്രം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പ്രതിരോധ തന്ത്രം കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു? ആ കുട്ടിയുടെ മനസ്സിനെ ശാന്തനാക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വന്തം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു, അതായത് ഡിഫൻസ് മെക്കാനിസം ഒരു പേര് തന്നെയാണെങ്കിലും പലതരത്തിൽ പല വ്യക്തികളാണ്. നമ്മളൊക്കെ ഡിഫറെന്റ് ആണ് അല്ല, എല്ലാവരും ഒരുപോലെയല്ല. നമുക്ക് ചില കാര്യങ്ങളിൽ ചില സിമിലാരിറ്റീസ് ഉണ്ടാവും മനുഷ്യർക്ക്, എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ എല്ലാ മനുഷ്യരും നമുക്ക് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഒരുപോലെയുള്ള തന്ത്രങ്ങളായിരിക്കില്ല ഉപയോഗിക്കുന്നത്. പലരും പല രീതിയിലുള്ള മെക്കാനിസം ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. ചിലവരൊരു പ്രശ്നം വന്നാല് അത് മനസ്സിൽ കുഴിച്ചുമൂടും, മറ്റാരോടും ഷെയർ ചെയ്യാതെ അത് ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ച് ഒറ്റയ്ക്ക് തന്നെ മനസ്സിൽ, നമ്മുടെ സ്വന്തം മനസ്സിൽ എന്ത് ചെയ്യും? അത് കുഴിച്ചുമൂടാനായിട്ട് ശ്രമിക്കും. ചിലവർക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്ന് പറയും, അവോയ്ഡ് ചെയ്യും, അതെന്റെ ഒരു പ്രശ്നമല്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെയുള്ളവരെ? നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? എത്ര പേരുണ്ട് കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നവര്? എത്ര പേരുണ്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ? എന്തെങ്കിലും പ്രശ്നം വന്നായിരുന്നു എത്ര പേരുണ്ട് അതിനകത്ത്? ഏത് കാറ്റഗറിയിലാ പെടുന്നേ? നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം നോക്കാനാണ് എനിക്ക് ചോദിക്കുന്നത്. ഏത് കാറ്റഗറിയാണ്? പ്രോബ്ലം വന്നാൽ അത് അതിന്റെ നമ്മളതിന് ഫീൽ ചെയ്താലും അതിനെ ഓവർകം ചെയ്ത് വരുന്നതിലാണ് അതിന്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും ഓവർകം ചെയ്യാൻ ശ്രമിക്കണം ലൈഫിൽ, അല്ലെങ്കിൽ ലൈഫ് എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. അതെ, ഓക്കെ. എന്റെ മകളുടെ +2 റിസൾട്ട് പിന്നെ ഇപ്പൊ ഞാൻ ഓർക്കുവാണ് എന്റെ മെക്കാനിസമൊക്കെ തകർന്നിരിക്കുവാന്ന്. പക്ഷെ നമ്മളൊരു പ്രതീക്ഷിക്കാത്തത് റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എന്താ പറയാ, ഒരു സന്തോഷമില്ല. അവള് 87 ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പൊ അവൾക്കൊരു 83 പോയിന്റ് സംതിങ്ങേ ഉള്ളൂ. അപ്പൊ അത് കാരണം അവളേക്കാൾ കൂടുതൽ എന്നെ അത് കൂടുതൽ ബാധിച്ചിരിക്കണെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഇത് പഠിച്ചപ്പോ ഓർക്കുവാണ്, ശരിക്കും എന്നെ അത് കൂടുതൽ ബാധിച്ചിരിക്കണേ. ഒന്നുവെച്ചാൽ ആ റിസൾട്ട് വന്നപ്പോ മുതൽ എനിക്ക് ഒരു ഹാപ്പി ആയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും അത്ര ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത കിട്ടാത്തത് കൊണ്ട് അത്ര ഒരു ഒന്നും വീട്ടിൽ പണി ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റണില്ല. ഇപ്പൊ ഞാൻ അവളിൽ അത്രയും ഇങ്ങോട്ട് പ്രതീക്ഷിച്ച് അത് നേടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിട്ട് കിട്ടാഞ്ഞിട്ട് എന്റെ മെക്കാനിസം തകർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം. ആക്ച്വലി ഹാപ്പി ആവണം. 80 എബോവ് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്യാം. എന്റെ മോള് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അത്രയേ ഉള്ളൂ. തീരെ എഴുതാന് അറിയാത്ത ആളാ എന്റെ മൂത്ത മോള്. ബട്ട് ഇപ്പൊ നല്ല ആക്റ്റീവ് ഉണ്ട്, എഡ്യൂക്കേഷനിലും ഓക്കെ. ഈ ക്ലാസ് ടെസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല മാം. മീൻസ് ഇങ്ങനെ വീക്ക്ലി ടെസ്റ്റ് ഒന്ന് എല്ലാരും മാർക്ക് എടുത്ത് വരും, ഇത് പൂജമേ എടുത്തിട്ട് വരും. എന്ത് മീൻസ് അറിയോ, വീട്ടിൽ വന്നിട്ട് അതിന്റെ എല്ലാം ആൻസർ എഴുതും, ക്ലാസ്സിൽ എഴുതൂല. വീട്ടിൽ അതിന്റെ ആൻസർ എല്ലാം ഒട്ടക്കെ ഇരുന്നിട്ട് എഴുതും, കാണിക്കും. ഞാനപ്പോ പറഞ്ഞു, കുഞ്ഞ് അവരെ എടുക്കട്ടെ മമ്മി, അവർക്ക് ചോക്ലേറ്റ് കൊടുത്തു, അവർ ഇത്ര മാർക്ക് എടുത്തു. ഞാൻ പറഞ്ഞു എനക്കാവട്ട് നിന്റെ അച്ഛനാവട്ടെ 10 ഔട്ട് ഓഫ് 10 വേണ്ട, ജസ്റ്റ് 1 എടുക്കാൻ ട്രൈ ചെയ്തോന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഷീ സ്റ്റാർട്ടഡ് 1, that goes to 2. ഇപ്പൊ അത് 2 പോയി. നെക്സ്റ്റ് വീക്ക് അത് 2 പോയി. നെക്സ്റ്റ് വീക്ക് അത് 3 പോയി. ഇപ്പൊ പറയലുണ്ട് എങ്ങനെ ഫീൽ ആവുന്നുണ്ട് വാവാ? ഇറ്റ്സ് ഓക്കെ മമ്മി, നൗ ഐ ഗെറ്റ്, എനക്കിപ്പോ 1 മാർക്ക് കിട്ടുന്നുണ്ട്, അത് നല്ല സന്തോഷമുണ്ട് മമ്മി, നിമക്ക് ഒരു പ്രശ്നം ഇല്ലല്ലോ എന്ന് അവളിപ്പോ ചോദിക്കും. ഞമ്മക്കില്ല കുഞ്ഞെ, ആ 0 1 ഡിജിറ്റ് വന്നില്ലേ അത് ഓക്കെ. ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട് മാം. 10 ഔട്ട് ഓഫ് 7 കിട്ടിയിട്ടുണ്ട്, 10 ഔട്ട് ഓഫ് 8 കിട്ടിയിട്ടുണ്ട്. ഞമ്മ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈവൻ പേരൻസ് ആയിട്ട് ഞമ്മ അപ്രീഷിയേഷൻ ചെയ്യണം. അവരെ അതില് നിനക്കിപ്പോ നീ വിചാരിച്ച പോയിന്റ് കിട്ടിയിട്ടില്ലെന്ന് ഞമ്മ അവരെ മീത അതിനെ ഇട്ടാൽ അവര് ഇനിയും ഡിപ്രഷൻ ആവും. സോ അത് നല്ലതല്ല ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഓക്കെ, ഇപ്പോഴും ഉള്ളി വരും, അവള് വരും മമ്മി ക്ലാസ്സിൽ ടെസ്റ്റ് ഉണ്ട്, ജസ്റ്റ് 5 ഞാൻ ഒരു 3 ഇല്ലെങ്കിൽ 4 ട്രൈ ചെയ്യാം മമ്മിയെ വരും. ഓക്കെ ബാബ, 3 ഇല്ലെങ്കിൽ 2 ആയെങ്കിൽ ട്രൈ ചെയ്തിട്ട് വാ പറയുമ്പോ അത് 4 ആയെങ്കിൽ ഉണ്ടാവുന്നു മാം. മീൻസ് ഞമ്മ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കത് മീൻസ് അത് നെഗറ്റീവ് ആയിട്ട് പോവില്ല എന്ന് എന്റെ ഇത് മെന്റാലിറ്റി എന്ന് പറയാം. എനിക്കിത് ചെയ്യുന്നത് നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഒറ്റയടിക്ക് കുട്ടിയെ കൊണ്ട് മാർക്ക് പഠിപ്പിക്കാതെ ആ കുട്ടിയുടെ മാർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്തത് അല്ലേ?
അതായത് കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും കഴിവുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അംഗീകരിക്കുക വേണ്ടത് കേട്ടോ. ഒരിക്കലും കുട്ടി ഇത്ര മാർക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത്ര A+ വാങ്ങിക്കണം, ഇത്ര A വാങ്ങിക്കണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കാനായിട്ട് പാടില്ല. ഫൈനൽ എക്സാം ഷീ ഔട്ട് ഓഫ് ഔട്ട് മാം എല്ലാം. ഈവൻ മലയാളത്തിൽ എനക്ക് കുറച്ച് വരെയല്ല ഈ 50 ഔട്ട് ഓഫ് 49 എടുത്തിട്ട് വന്ന ആളേ ഉള്ളൂ. നമ്മ വിചാരിച്ചു ഒരു 20 കിട്ടിയിട്ട് ജസ്റ്റ് പാസ് ആയാലും മതി എന്ന് വിചാരിക്കുമ്പോ അവൾ ഔട്ട് ഓഫിൽ ഒരു 2 എന്തോ പോയിന്റ് തെറ്റിട്ട് അവള് കൊണന്നത്. അപ്പൊ നമുക്ക് ഓക്കെ നമ്മ ഫോഴ്സ് ചെയ്തത്ര അവൾ ലോ ആവും. ഫോഴ്സ് ചെയ്യാതെ വിട്ടാൽ ഓക്കെ അവർക്ക് അവരെന്നെ വിചാരിച്ചിട്ട് അവര് മുമ്പോട്ട് വരും. അതായത് നമ്മുടെ സ്വാർത്ഥതയാണ് എല്ലാത്തിനും കാരണം. നമ്മള് സ്വാർത്ഥന്മാരായതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര സെൽഫിഷാണ്. നമ്മുടെ മക്കൾ ഏറ്റവും നന്നായിട്ട് തന്നെ വരണം, അവർക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലത് കിട്ടണം എന്നൊക്കെ നമ്മളുടെ തോന്നലാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അവരുടെ മനസ്സും കൂടി നമ്മൾ കാണാനായിട്ട് എനിക്കും കാര്യം പറയാണ്ടേ. എന്റെ മോൾക്ക് ഇപ്പൊ SSLC-യിലെ 9A+ ആണ് വിചാരിച്ചിരുന്നത്. അപ്പൊ 7A+ ഉണ്ടായിരുന്നല്ലോ. 7A+ നല്ല കാര്യമല്ലേ? അതല്ല, പിന്നെ ഹിന്ദിയിലൊക്കെ മോൾക്ക് 1 മാർക്ക് 2 മാർക്കൊക്കെ പോവാറുള്ളൂ. പക്ഷെ റിസൾട്ട് വന്നപ്പോ B+ ആണ്. അപ്പൊ എനിക്കാണ് ഭയങ്കര ടെൻഷൻ. അവൾക്കൊരു കുഴപ്പമില്ല, അവൾക്ക് നല്ല കൂളായി നിൽക്കുന്നുണ്ട്, കിട്ടിയത് മതി എന്നുള്ളതിലാണ് അവള്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. ആർക്കും സ്വീറ്റ്സ് ഒന്നും കൊടുത്തില്ല. അപ്പുറത്തും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും കൊടുത്തില്ല. ഞാനാകെ ഡള്ളായിരിക്കും. പക്ഷെ അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. എന്നിട്ടിപ്പോ റിലാക്സേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ കുട്ടി, എന്റെ മോളും അതെ, മാത്സ് നന്നായി ഹാർഡ് വർക്ക് ചെയ്തതാണ്. പക്ഷെ ആ ഹാർഡ് വർക്ക് ചെയ്ത് കൊച്ചിന് കിട്ടിയില്ല. എനിക്ക് അതാണ് ഒരു വിഷമം. എന്നിട്ട് റീവാലുവേഷൻ കൊടുക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അവൾക്ക് വലിയ വിഷമമില്ല. എന്നാലും എന്നെ അത് കൂടുതൽ എനിക്കാണ് ഒന്നും കൊച്ചിന് സ്പെഷ്യലി ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ സന്തോഷം ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഉള്ളില് ഭയങ്കര വിഷമമാണ്. ഉള്ളിന്റെ ഉള്ളിലുണ്ട്, അത് കുഴപ്പമില്ല, 80 above ഉണ്ട്. അത് അപ്പൊ മോൾക്ക് അബ്രോഡ് സ്റ്റഡിയെ നോക്കണം, അപ്പൊ അത് പ്രശ്നമില്ല എന്നൊക്കെ പക്ഷെ ഇവർക്ക് സെറ്റ് 3 കിട്ടിയത് ഭയങ്കര ടഫായ ക്വസ്റ്റ്യനാ കിട്ടിയത്. അതൊക്കെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലും പക്ഷെ നമുക്കൊരു ഹാപ്പിനെസ് അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞേ ഉള്ളൂ, ഈ മെക്കാനിസം എന്റെ ആയിരിക്കും ഇപ്പൊ തകർന്നു കിടക്കണേന്ന്. ഞാനിപ്പോ ഇവിടെ ഒരു പറഞ്ഞപ്പോ കുട്ടികളോട് നിങ്ങൾ 2 പേരും നിങ്ങളുടെ വിഷമം കാണിക്കരുത് കേട്ടോ. അവർക്കത് പേഴ്സണലി ഫീൽ ആകും. എന്റെ അമ്മ വിഷമിക്കുകയാണല്ലോ എന്റെ മാർക്ക് ഓർത്തിട്ട്. അപ്പൊ അവരോട് തന്നെ ഒരു എന്താ പറയാ പുച്ഛം തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കത് മേടിക്കാൻ പറ്റില്ലല്ലോ, എന്റെ അമ്മ വിഷമിക്കുകയാണല്ലോ, അല്ലെങ്കിൽ എന്റെ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണല്ലോ, അതൊന്നും ഓർത്ത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ അവര് മേടിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ എന്ത് മാർക്കാണ് അവർ മേടിച്ചേക്കുന്നത് അത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അതെ, അവള് റിസൾട്ടിന് വരുന്ന സമയത്തൊക്കെ മോളൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നപ്പോ മോനെ അത് കുഴപ്പമില്ല, നിനക്ക് എന്താ ഇത്ര പെർസെന്റേജ് കിട്ടില്ല, 80 above കിട്ടിയാൽ മതി എന്നൊക്കെ നമ്മളിങ്ങനെ ആശ്വസിപ്പിച്ചു. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പിരീഡായത്. അങ്ങനെ ഒരു ഇത് ഓക്കെ. പിന്നെ എന്താ പറയാ, നമ്മള് കുഞ്ഞുങ്ങളില് ഡിഫൻസ് മെക്കാനിസം കാണാറുണ്ടെന്ന് പറഞ്ഞു. അതിനൊരു ഏറ്റവും മികച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ടീച്ചേഴ്സ് ഹോംവർക്ക് ചെയ്യാൻ പറയാറുണ്ട് കുഞ്ഞുങ്ങളോട്, അല്ലെ? കുട്ടികളോട് ഹോംവർക്ക് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ പിറ്റേ ദിവസം ടീച്ചർ ചോദിക്കും എത്ര പേര് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ചില ആളുകളൊക്കെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടാവും, കൈ കുത്തുന്നുണ്ടാവും. ചില ആളുകൾ പറയും ഞാൻ ചെയ്തില്ല എന്ന് പറയും. അപ്പൊ എന്താ കാരണം എന്ന് ചോദിക്കും ടീച്ചർ, അല്ലെ? അപ്പൊ കാരണം ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയും ഞാൻ മറന്നുപോയി എന്ന് പറയും. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ പറയും എന്റെ കൂടെ എന്റെ അമ്മ ഇരുന്നില്ല, എന്റെ കൂടെ എപ്പോഴും എന്റെ അമ്മ ഇരുന്നിട്ടാണ് ഞാൻ ഹോംവർക്ക് ചെയ്യാറുള്ളത്, പക്ഷെ ഇന്നലെ എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ പറയാറുണ്ട് എന്റെ പെൻസില് തീർന്നു പോയി, അല്ലെങ്കിൽ എന്റെ റേസർ ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്താ പറയാ ഷാർപ്നർ കുറിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് മര്യാദ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പെൻസിൽ ഇല്ല, ഷാർപ്നർ ഇല്ല, ഇറേസർ ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഡിഫൻസ് മെക്കാനിസം രൂപപ്പെടുത്താറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികൾ പറയുമ്പോൾ ഒരു ഹോംവർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല മറുപടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. എല്ലാവർക്കും അവരുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ, അല്ലെ? ഒരാൾ പറയുന്നു മറന്നുപോയിന്ന്, മറ്റൊരാൾ പറയുന്നു പെൻസിൽ തീർന്നെന്ന്, വേറൊരാൾ പറയുന്നു അമ്മ കൂടി ഇരുന്നില്ല.
മൂന്ന് പേർക്കും മൂന്ന് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലേ? ആണോ അല്ലയോ? അതെ. അതെ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മുതിർന്ന വ്യക്തികളാണെങ്കിൽ ഓഫീസിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ 10 മണിക്കായിരിക്കും ഓഫീസിൽ എത്തേണ്ടത്. ഓക്കെ. അപ്പൊ ഈ വ്യക്തി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് അരമണിക്കൂർ ദൂരം ഉണ്ടെന്ന് വിചാരിക്കുക. അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ബ്ലോക്കിലൊക്കെ പെട്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഓഫീസിൽ എത്താനായിട്ട് സാധിക്കുക. അപ്പൊ 9:30 ഇറങ്ങിയാൽ മാത്രമാണ് 10 മണിക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുക. അപ്പോ ഈ വ്യക്തി 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10:30 ഓഫീസിൽ എത്തിയപ്പോൾ അപ്പൊ മുതിർന്ന ഓഫീസർ അതായത് സൂപ്പർവൈസർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് വെച്ചാല് ഈ വ്യക്തി ഓട്ടോമാറ്റിക് ആയിട്ട് പറയും ബ്ലോക്കിൽ പെട്ടുപോയി എന്ന് പറയും. അല്ലെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ബ്ലോക്കിൽ പെട്ടുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്തുകൊണ്ടാ? കാരണം അയാൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അയാൾക്ക് നേരത്തെ ഓഫീസിൽ എത്താമായിരുന്നു. പക്ഷെ ആ കാര്യം എന്ത് ചെയ്യുന്നില്ല, അയാൾ ഇവിടെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തെ റിയാലിറ്റിയെ ഇവിടെ നമ്മൾ നിഷേധിക്കുന്നു. ശരിക്കുള്ള സംഭവത്തിനെ നമ്മൾ വളച്ചൊടിച്ചിട്ട് വേറെ രീതിയിൽ പറയുന്നതിനെ നമ്മൾ എന്ത് പറയാം? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ പഠിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ടീച്ചർ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ പറയും കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയും. കറണ്ട് ഉണ്ടായാലല്ലേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ, അപ്പൊ കറണ്ട് ഉണ്ടായില്ലെന്ന് പറയും. പിന്നെ ചില കുട്ടികളാണെങ്കിൽ പറയും തൊട്ടടുത്ത് വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാവരും അവിടെ ആയിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും രൂപപ്പെടുത്താറുണ്ട്. ഓക്കെ. ഈ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏകദേശം ഓക്കെയാണ്, എല്ലാവരും ഹാപ്പിയാണ്, മനസ്സിലായോ? സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. അപ്പൊ തനിയെ ആലോചിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഡിഫൻസ് മെക്കാനിസംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെയാണ് ഇൻസിഡന്റ് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ. നിങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, നിങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെയാണ്? ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ചില ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില മോശം അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ആലോചിച്ചിട്ട് വരിക കേട്ടോ. ഞാൻ പറയിപ്പിക്കും, എല്ലാവരും ഇതൊന്ന് ചെയ്തിട്ട് വരണം. എഴുതൊന്നും വേണ്ട, മൈൻഡിൽ തന്നെ രൂപപ്പെടുത്തിയാൽ മതി കേട്ടോ. ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഇൻ? അല്ല, സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് പറയട്ടെ മിസ്സേ. പറഞ്ഞോളൂ. Good afternoon all. I am Mubina. Thank you everyone for being part of today's online class. It was wonderful learning with all of you. Today we discussed about defense mechanism. Defense mechanism are unconscious mental process that help a person cope with stress, anxiety or emotional conflict by protecting the mind from uncomfortable thoughts or feelings. Thank you Ashwini ma'am for your hard work and dedication. I look forward to seeing you all at our next class. Thank you. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. Thank you ma'am. താങ്ക് യു.